ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുന്ന മെത്തേഡാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വരുന്ന 3 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്ററാണ്. അപ്പോൾ ഈ 3 എലമെൻറ്റ്സിനും എനർജി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ എലമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത് ഇതിൽ കൂടെ ഐദർ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്താണ്. അപ്പം ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട 5 കാര്യങ്ങൾ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്ററാണ്. അപ്പം ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്കറിയാം അതിന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. അപ്പം ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനകത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ക്രിച്ച്ഹോഫ് ലോ ഉപയോഗിച്ചിട്ടാണ്. അതായത് ക്രിച്ച്ഹോഫ് ലോ 2 ടൈപ്പ് ഉണ്ട്, ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ ആൻഡ് ക്രിച്ച്ഹോഫ് കറണ്ട് ലോ. അപ്പം ഈ ക്രിച്ച്ഹോഫ് ലോ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു 3 എലമെൻ്റാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതായത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഈ റെസിസ്റ്ററിൽ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ഓഫ് ടിയും ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വി ഓഫ് ടി ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഐ ഓഫ് ടി, വി ഓഫ് ടി എന്ന് കാണിച്ചിരിക്കുന്നത് ഈ കറണ്ടും വോൾട്ടേജും ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് ഐ ഓഫ് ടി അല്ലെങ്കിൽ വി ഓഫ് ടി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഒരു റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് വി ഈസ് ഈക്വൽ ടു എന്താണ്, ഐ ആർ ആണ്. സോ ഇവിടെ വി ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ ഓഫ് ടി. കറണ്ട് ത്രൂ ദ എലമെൻറ്റ് എന്തായിരിക്കും, ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു വി ഓഫ് ടി ബൈ ആർ. ഇനി രണ്ടാമത്തെ എലമെൻ്റ് എടുത്തു ഇൻഡക്ടർ. സോ നമ്മൾ ഇൻഡക്റ്റൻസ് എൽ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഇതിനകത്തൂടെയുള്ള കറണ്ട് ഐ ഓഫ് ടി ആണ്, ഈ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വി ഓഫ് ടി ആണ്. സോ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ്. അതേപോലെ തന്നെ കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ഓഫ് ടി ഇസ് ഈക്വൽ ടു 1/L ഇൻറ്റഗ്രൽ വി ഓഫ് ടി ഡി ടി. ലാസ്റ്റ് വരുന്ന എലമെൻ്റ് എന്താണ്, കപ്പാസിറ്റർ ആണ്. സോ കപ്പാസിറ്ററിനകത്തുള്ള കറണ്ട് ഐ ഓഫ് ടിയും ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്, വി ഓഫ് ടി ആണെങ്കിൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ഓഫ് ടി ഇസ് ഈക്വൽ ടു 1/C ഇൻറ്റഗ്രൽ ഐ ഓഫ് ടി ഡി ടി. കറണ്ട് ത്രൂ കപ്പാസിറ്റർ എന്താണ്, ഐ ഓഫ് ടി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ടി വി ബൈ ഡി ടി. അപ്പം ഈ 3 എലമെൻറ്റ്, അതായത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഈ എലമെൻറ്റിന് പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഇക്വേഷനും അതേപോലെ തന്നെ ഈ ഓരോ എലമെൻറ്റിന് അക്രോസിലുള്ള വോൾട്ടേജ് ഇക്വേഷനും എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഒരു സീരീസ് ആർ എൽ സി സർക്യൂട്ടിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാൻ നോക്കാം. സീരീസ് ആർ എൽ സി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും സീരീസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ, ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് എന്താണ്, സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടായി മാറി. സോ ഇതിനകത്തൂടെ എന്തുണ്ടാവും, ഒരു കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഒരു കറണ്ട് ഐ എന്ത് ചെയ്യും, ഈ ക്ലോസ്ഡ് പാത്ത് കൂടെ എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് എന്താണ്, വോൾട്ടേജ് ആണ്. ഇവിടെ ഞാൻ ഔട്ട്പുട്ട് ആക്കി എടുക്കുന്നത് എന്താണ്, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആണ്. ദാറ്റ് ഈസ് വി സി ആണ്. ഓക്കെ. അപ്പം ഇവിടെ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് എന്താണ്, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആണ് എടുത്തിരിക്കുന്നത്. സോ നിങ്ങളിവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിനകത്തൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് കഴിഞ്ഞാൽ റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. അത് നമ്മൾ എന്തെടുത്തു, വി ആർ എടുത്തു. ഇൻഡക്ടറിന് അക്രോസുള്ള വോൾട്ടേജ് നമ്മൾ എന്തെടുത്തു, വി എൽ എടുത്തു. കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്താണ്, വി സി ആണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വി സി മാത്രം നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ പറഞ്ഞു വി ആർ, വി എൽ, വി സി, ഈ 3 വോൾട്ടേജ് എന്ത് ചെയ്യും, ഇതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിന് അക്രോസായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നതാണ് ഓൾജിബ്ര സം ഓഫ് വോൾട്ടേജ് അറൗണ്ട് ലൂപ്പ് ഈസ് 0 ആണ്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു അപ്ലൈഡ് വോൾട്ടേജ് എത്രയേ ഉള്ളൂ, വി ഉള്ളൂ. സോ വി ഈസ് ഈക്വൽ ടു എന്ത് വരും, വി ആർ പ്ലസ് വി എൽ പ്ലസ് വി സി എന്ന് വരും. വി ഈസ് ഈക്വൽ ടു വി ആർ പ്ലസ് വി എൽ പ്ലസ് വി സി. സോ നമുക്കറിയാം
റെസിസ്റ്ററിന് അക്രോസ് വോൾട്ടേജ് എന്താണ്? ഐ ആർ ആണ്. പ്ലസ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്താണ്? എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ്. പ്ലസ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്താണ്? 1/c ഇൻറ്റഗ്രൽ ഐ ഡി ടി ആണ്. അപ്പോൾ ഇതാണ് ഈ സീരീസ് ആർ എൽ സി സർക്യൂട്ടിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഇപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഞാൻ ഇവിടെ വി ഓഫ് ടി ഐ ഓഫ് ടി എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഇവിടെ വോൾട്ടേജും കറണ്ടും എന്താണ്? ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇതിനെ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നു. ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ 0 ആയിട്ട് അസ്യൂം ചെയ്യണം. ബിക്കോസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ ഉള്ള ഈ ഡിഫറൻഷ്യൽ ടേമും അതേപോലെ തന്നെ ഈ ഇൻ്റഗ്രേഷൻ ടേമിൻ്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഈ രണ്ട് ടേമിലും ഇനീഷ്യൽ കണ്ടീഷൻ വരികയാണെങ്കിൽ ആ ഇനീഷ്യൽ കണ്ടീഷൻ്റെ ടേം നമ്മൾ എന്ത് ചെയ്യണം? 0 ആയിട്ട് അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുക, നമുക്ക് വിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ എടുക്കുന്നു. സോ വി ഓഫ് എസ് കിട്ടും അല്ലേ? വി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നിങ്ങൾക്ക്? ഐ ഓഫ് എസ് ഇൻറ്റു ആർ പ്ലസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്താൽ കിട്ടും എസ് ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് 1/c ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഡി ടി, അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ ഐ ഓഫ് ടി ഡി ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് നമുക്ക് എന്താണ് കിട്ടുക? ഐ ഓഫ് എസ് ബൈ എസ്. അതായത് ഡിഫറൻഷിയേഷൻ ടേം ആണെങ്കിൽ മൾട്ടിപ്ലൈ വിത്ത് എസ് ആണ് ചെയ്യേണ്ടത്. ഇൻറ്റഗ്രേഷൻ ടേം ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്? ഡിവിഷൻ ബൈ എസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വി ഓഫ് എസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് എൽ എസ് ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് 1/c ഐ ഓഫ് എസ് ബൈ എസ് എന്ന് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യുക, ഐ ഓഫ് എസ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആർ പ്ലസ് എൽ എസ് പ്ലസ് 1/c എസ് കിട്ടും. സോ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്തു? റീഅറേഞ്ച് ചെയ്ത് ഐ ഓഫ് എസ് ബൈ ഇ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ആർ പ്ലസ് എൽ എസ് പ്ലസ് 1/c എസ് എടുക്കുന്നു. സോ ഇവിടെ നമ്മൾ സി എസ് എൽ സി എം എടുത്തു. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ഓഫ് എസ് ബൈ വി ഓഫ് എസ് ഈക്വൽ എന്ത് കിട്ടും? സി എസ് ഡിവൈഡ് ബൈ എൽ സി എസ് സ്ക്വയർ പ്ലസ് ആർ സി എസ് പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, സോ ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ, നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഐ ഓഫ് എസിന് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. അതായത് സി എസ് ഇൻറ്റു വി ഓഫ് എസ് ഡിവൈഡ് ബൈ എൽ സി എസ് സ്ക്വയർ പ്ലസ് ആർ സി എസ് പ്ലസ് 1. ഇനി നമുക്കറിയാം, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജായ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. സോ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ വി സി ഓഫ് എസ് ഈക്വൽ ടു 1/c എസ് ഇൻറ്റു ഐ ഓഫ് എസ് ആണ്. അതായത് 1/c ഇൻറ്റഗ്രൽ ഐ ഓഫ് ടി ഡി ടി ആണ്. സോ അതിൻ്റെ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ ആ വി സി ഓഫ് എസ് ഈക്വൽ എന്ത് കിട്ടും? 1/c എസ് ഇൻറ്റു ഐ ഓഫ് എസ്. ഇവിടെ ഐ ഓഫ് എസിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ ഇക്വേഷൻ നമ്പർ 1 എന്ത് ചെയ്യുക? നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. ഇത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് വി സി ഓഫ് എസ് ഡിവൈഡഡ് ബൈ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി ഓഫ് എസ് ആണ്. നമുക്കറിയാം ഇവിടെ നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും ഇൻപുട്ട് എന്താണ്? വോൾട്ടേജ് ആണ്. സോ വി സി ഓഫ് എസ് ബൈ വി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/LC സ്ക്വയർ പ്ലസ് ആർ സി എസ് പ്ലസ് 1 എന്ന് കിട്ടും. സോ ഇതാണ് ഈ സീരീസ് ആർ എൽ സി സർക്യൂട്ടിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇനി നമുക്കൊരു പാരലൽ ആർ എൽ സി സർക്യൂട്ടിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ പാരലൽ ആർ എൽ സി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും എന്താണ്? പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു കറണ്ട് സോഴ്സിന് പാരലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കുറേ പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് എന്താണ്? വോൾട്ടേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിച്ച്ഓഫ് കറണ്ട് ലോ ആണ് ഉപയോഗിക്കുന്നത്. ക്രിച്ച്ഓഫ് കറണ്ട് ലോ, കാരണം എന്താ വെച്ചാൽ അവിടെ വോൾട്ടേജ് ഇക്വേഷൻ ഇത് സെയിം ആയിരിക്കും. സോ നമ്മൾ കറണ്ട് ഇക്വേഷനാണ്. സോ ഐ ഓഫ് ടി എന്താണ്? ക്രിച്ച്ഓഫ് കറണ്ട് ലോ എന്ന് പറഞ്ഞാൽ സം ഓഫ് എൻറ്ററിങ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ലീവിങ് കറണ്ട് ആണ്. സോ ഇവിടെ ഐ ഓഫ് ടി കറണ്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് ഏതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കറണ്ട് അക്രോസ് നിങ്ങൾ റെസിസ്റ്റർ കണ്ടുപിടിക്കണം, കറണ്ട് അക്രോസ് കപ്പാസിറ്റർ കണ്ടുപിടിക്കണം, കറണ്ട് അക്രോസ് എന്ത് വേണം? ഇൻഡക്ടർ വേണം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു കറണ്ട് ത്രൂ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? വി ബൈ ആർ പ്ലസ് കറണ്ട് ത്രൂ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് കറണ്ട് ത്രൂ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ 1/L ഇൻറ്റഗ്രൽ വി ഡി ടി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം കൊടുക്കുന്നു. സോ ഐ ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു വി ഓഫ് എസ് ബൈ ആർ പ്ലസ്
സി ഇൻറ്റു എന്തോരും ഡി ബൈ ഡി ടി എന്നത് എസ് ഇൻറ്റു വി ഓഫ് എസ് പ്ലസ് 1/L ഇൻറ്റു വി ഓഫ് എസ് ബൈ എസ് വരും. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ വി ഡിയുടെ ലാപ്ലേസ് കൊടുത്താൽ വി ഓഫ് എസ് ബൈ എസ്. നമ്മൾ വി ഓഫ് എസ് കോമൺ ആക്കി എടുക്കുക. സോ 1/R പ്ലസ് സി എസ് പ്ലസ് 1/LS വരും. സോ വി ഓഫ് എസ് ഇൻറ്റു എൽ എസ് പ്ലസ് ആർ എൽ സി എസ് സ്ക്വയർ പ്ലസ് ആർ ഡിവൈഡ് ബൈ ആർ എൽ എസ് എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ആർ എൽ എസ് എൽ സിയും എടുത്ത് സിംപ്ലിഫൈ ചെയ്താണ്. നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അങ്ങനെ എടുക്കുന്നത്. ഇവിടെ വോൾട്ടേജ് ഔട്ട്പുട്ടും കറണ്ട് ഇൻപുട്ടായിട്ട് എടുത്തിരിക്കുന്നത്. സോ വി ഓഫ് എസ് ബൈ എഫ് എസ് ഇസ് ഈക്വൽ നീക്കുന്നത് കിട്ടും ആർ എൽ എസ് ബൈ ആർ എൽ സി സ്ക്വയർ പ്ലസ് എൽ എസ് പ്ലസ് ആർ. ഇതാണെന്ത് ഈ പാരലൽ ആർ എൽ സി സർക്യൂട്ടിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ.